നമസ്കാരം, എല്ലാവർക്കും ശ്രീ വെങ്കടേശ്വര ആസ്ട്രോ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ശനി മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ചേരുന്ന നക്ഷത്രങ്ങളാണ് ഉണ്ടാവുക. വൃശ്ചികക്കൂറുകാർക്ക് ശനി 5-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കണം. വലിയ നേട്ടങ്ങൾ ഉണ്ടായില്ലെങ്കിലും നഷ്ടസാധ്യത ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനത്തിലൂടെ വിജയം എടുക്കാൻ കഴിയും. കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും സമയവും പണവും ചെലവാക്കേണ്ടതായിട്ട് വരാം. തടസ്സങ്ങളെ ഈശ്വര പ്രാർത്ഥന കൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണ്. അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കിയാൽ നന്ന് എന്നുള്ളതാണ് പറയാം. ശരിയായ തീരുമാനമെടുത്ത് തക്ക സമയത്ത് ചെയ്യുന്ന പ്രവർത്തികൾ നല്ല കഴിവും പ്രവർത്തികളും നല്ല ഫലം തരും എന്നാണ് പറയാം. വിനയം, ക്ഷമ തുടങ്ങിയവ സർവ്വവിധത്തിലുള്ള ആദരവിന് വഴിയൊരുക്കും. ഭൗതിക ജീവിതത്തിനോടൊപ്പം ആധ്യാത്മിക ചിന്തകളും സമന്വയിപ്പിക്കുന്നത് മനസ്സമാധാനത്തിന് വഴിയൊരുക്കും എന്നുള്ളതും കൂടി പറയുന്നു. ഈ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം 2.5 വർഷം വരെയൊക്കെയാണ്. 5-ാം ഭാവത്തിൽ പറയാം മനസ്സ്, ബുദ്ധി, അതേപോലെ തന്നെ സന്താനങ്ങളെക്കുറിച്ച് മന്ത്രോച്ചാരണം എന്നീ ഗുണങ്ങളൊക്കെ നമ്മൾക്ക് പറയാവുന്നതാണ് 5-ാം ഭാവങ്ങളെ കൊണ്ട്. സന്താന ഗുണം ലഭിക്കുന്ന ഒരു യോഗം കൂടി പറയാം. സന്താനങ്ങളാൽ പേരും പ്രശസ്തിയും ലഭിക്കും. മാതാപിതാക്കന്മാർക്ക് ഗുണദോഷത്തെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതും വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് പറയാം. അപ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും പ്രത്യേകം തിരിച്ചറിയുക. തൊഴിലിൽ ധനലാഭയോഗം ഉണ്ടാകുന്നൊരു സമയമാണ്. തൊഴിൽ പ്രശ്നങ്ങളും ബുദ്ധി ഉപയോഗിച്ച് പരിഹരിക്കാവുന്നതാണ് എന്നാണ് പറയാം. ബുദ്ധിപരമായി വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം ലഭിക്കുകയും ഉപരിപഠനത്തിനും അവസരം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിലിൽ വളരെ ധനലാഭയോഗങ്ങൾ വന്നു ചേരുന്നൊരു സമയമാണ്. പൊതുവെ വളരെ അധികം നല്ല ഒരു സമയമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയാം. ഈ നക്ഷത്ര ജാതകർക്ക് ആത്മീയ കാര്യങ്ങളിലേക്ക് മനസ്സ് കൂടുതലായിട്ട് അടുക്കേണ്ടതായിട്ട് വരും എന്നുകൂടി പറയാം. സത്പ്രവർത്തികൾ ചെയ്യുന്നതും നല്ലതാണ്. വാഹനങ്ങൾ മാറ്റിയെടുക്കുന്നതിനും പുതിയത് വാങ്ങുന്നതിനും വളരെ ഗുണം ചെയ്യും. ഭൂമി വാങ്ങുന്നതിനും അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിനൊക്കെ വളരെ അനുകൂലമായ സമയമാണ് എന്ന് പറയുന്നു. പൊതുവെ നോക്കുകയാണെങ്കിൽ ഐശ്വര്യവും സമ്പത്തും വിലപിടിപ്പുള്ള വസ്തുക്കളും ആഭരണങ്ങളൊക്കെ ലഭിക്കുന്നൊരു കാലഘട്ടമാണ്. ഉദ്യോഗത്തിൽ ഉന്നതിയും സ്ഥാനമാനങ്ങളും ബന്ധുക്കളിൽ നിന്നും സഹകരണങ്ങളെല്ലാം ലഭിക്കുന്നൊരു കാലഘട്ടമായിരിക്കും. സാമ്പത്തികമായും തൊഴിൽപരമായും സാമൂഹികമായും വളരെ ഉന്നതിയിൽ എത്തിച്ചേരുന്നൊരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. പൊതുവെ നല്ലൊരു സമയമാണ് ഈ ഒരു വൃശ്ചിക രാശിക്കാർക്ക് എന്ന് 5-ൽ ശനി നിൽക്കുന്ന കാലഘട്ടമായതുകൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ലളിതാ സഹസ്രനാമം ജപം ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. ശനിയാഴ്ച ദിവസം അയ്യപ്പ ക്ഷേത്രത്തിലോ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലോ അല്ല എങ്കിൽ ശനീശ്വര ക്ഷേത്രത്തിലോ പോയിട്ട് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കുലദേവതയെ നിത്യം വന്ദിക്കുകയും ചെയ്താൽ, തട്ടകത്തിലെ ദേവീദേവന്മാരെ പ്രസാദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ശനിയുടെ ദോഷങ്ങളുടെ കാഠിന്യം കുറയുകയും വളരെ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്നാണ് പറയുക. വളരെ വളരെ അനുകൂലമായൊരു സമയം തന്നെ എന്ന് പറയാം. 5-ലാണ് എങ്കിലും മനപ്രയാസങ്ങൾ കൂടുതലായിട്ടുണ്ടാവും. സന്താനങ്ങൾക്കും ചില അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാവുന്നതാണ്. കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് പറയുന്നു. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനങ്ങളിൽ നിന്ന് പതനഭയം, വീഴ്ചകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ അവരുടെ കഠിനാധ്വാനത്തിലൂടെ തന്നെ വിദേശത്ത് പഠനത്തിന് ശ്രമിച്ചാൽ അതും നടക്കുന്ന ഒരു കാലഘട്ടമാണ്. കഠിനാധ്വാനത്തിലൂടെ വിജയങ്ങൾ നേടിയെടുക്കാൻ കഴിയുകയും നല്ല മാർക്കും കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും.